ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയാണ്. നമുക്ക് SSLCയിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സർക്കിൾസ് ആൻഡ് ലൈൻസ് അല്ലേ. ഈ ചാപ്റ്ററിൽ വരയ്ക്കാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരൊറ്റ പാർട്ടോടുകൂടെ തീർക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് താഴത്ത് ഇടുക കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് ആ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ എന്നൊന്ന് നോക്കിയാലോ. ചോദ്യം ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതായത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ്. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. 6 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എത്രയാണ് നമുക്ക് ഏരിയ വേണ്ടത്? നമുക്ക് ആ ഏരിയ എത്രയാണ് വേണ്ടതെന്ന് ജസ്റ്റ് നോക്കാം. 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ഈ 6നെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? 6നെ മുറിക്കുക. എങ്ങനെയാണ് 6നെ മുറിക്കുക എന്ന് പറഞ്ഞാൽ 1ഉം 6ഉം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6ആണ്. നിങ്ങൾക്കറിയാം 1ഉം 6ഉം അല്ലേ, മൾട്ടിപ്പിൾസ് ഓഫ് 6. അത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 3 × 2 അതും 6ആണ്. ഇത് രണ്ട് ജോഡികളാണ് അല്ലേ. ഈ രണ്ട് ജോഡികൾ, രണ്ട് പേഴ്സുകൾ തമ്മിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷേ ഞാനിതിൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ 3 × 2 ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, സാറേ എന്തിനാ 3 × 2 എടുത്തത്, 1ഉം 6ഉം എടുക്കാണ്ട് എന്തിനാ 3 × 2 എടുത്തതെന്നല്ലേ. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത് കേട്ടോ. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 3 × 2 എന്നുള്ളത് എന്ത് ചെയ്യുക, സെൻറ്റിമീറ്ററിലേക്ക് ജസ്റ്റ് എഴുതി വെക്കുക. അതായത് 3ന് എന്ത് ചെയ്യുന്നു, നമ്മൾ 3 സെൻറ്റിമീറ്റർ ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ 2നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സെൻറ്റിമീറ്റർ ആയിട്ടും കണക്കാക്കുന്നു. അങ്ങനെ 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്തതിന് ശേഷം 5 സെൻറ്റിമീറ്റർ ടോട്ടൽ ഒരു ലൈനിൽ വരയ്ക്കണം. എങ്ങനെയാണ് നമ്മൾ ലൈൻ വരയ്ക്കുക? വേഗം പെൻസിലും സ്കെയിലും എടുത്തേ, പെട്ടെന്ന് പെൻസിലും സ്കെയിലും എടുത്തതിന് ശേഷം 5 സെൻറ്റിമീറ്ററിലേക്ക് ഒരു വര വരയ്ക്കാം. ഞാൻ കാണിക്കുന്നതന്നെ നോക്കണേ. 5 സെൻറ്റിമീറ്റർ, 0 തുടങ്ങി 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു കേട്ടോ. ഈ 5ന്റെ പകുതി എവിടെയാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചില കുട്ടികൾ പകുതി എന്ന് പറയുമ്പോൾ, ഹാഫ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കാറുണ്ട് അല്ലെ. പകുതിയിലധികം എടുത്ത് അവിടെ കുത്തി ഇവിടെ കുത്തി. അതിന്റെ ആവശ്യമൊന്നുമില്ല. ശരിക്കും പകുതി എടുക്കുക എന്ന് പറയുന്ന ഒരൊറ്റ സാധനം. 5 ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. 5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഞാൻ ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്തി തരാം. 2.5 ആണ് അല്ലേ കേട്ടോ. 2.5 ഒരു പോയിന്റ്, ചെറുതായിട്ടൊരു പോയിന്റ് ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് കോമ്പസ് എടുത്തിട്ടില്ലേ, 2.5 എവിടെയാണോ ഉള്ളത്, ഇതാണ് 2.5 അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടും 2.5 ആയിരിക്കും അല്ലേ. അപ്പോൾ ആ 2.5 നമ്മൾ എന്ത് വരയ്ക്കുക, ഒരു സെമി സർക്കിൾ വരയ്ക്കുക. അവിടെ കുത്തിയിട്ട് മെല്ലെ ഇങ്ങോട്ട് തിരിച്ചാൽ മതിയിടൂ. കണ്ട 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 കണ്ട, ഇതാണ് സാധനം. അപ്പോൾ ജസ്റ്റ് എഴുതി വെക്കണം കേട്ടോ. ഇത് ടോട്ടൽ എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു നിങ്ങൾക്കറിയാം? 5 സെൻറ്റിമീറ്റർ ആണ്. ആ 5 സെൻറ്റിമീറ്ററിൻ്റെ നടുവിലെടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു സെമി സർക്കിൾ വരച്ചു, അതായത് 2.5 സെൻറ്റിമീറ്ററിൽ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ 3 സെൻറ്റിമീറ്റർ ആയിട്ടും 2 സെൻറ്റിമീറ്റർ ആയിട്ടല്ലേ ഇതിനെ മുറിച്ചത്. 3 × 2 ആണല്ലോ എന്ത്, 6. അതുപോലെ 3 2 കൂട്ടിയാലല്ലോ 5. അപ്പൊ ആ 5 സെൻറ്റിമീറ്ററാണ് നമ്മൾ വരച്ചത്. ഒരു കഷ്ണം എത്രയാടാ? 3 സെൻറ്റിമീറ്റർ. മറ്റേ കഷ്ണം സ്വാഭാവികമായിട്ട് 2 വരാം. അപ്പോൾ ഒരു കഷ്ണം ഇവിടെ മുതൽ ഇവിടെ വരെ 3 ആയിരിക്കും. നിങ്ങൾക്ക് എവിടെയാ സ്കെയിലൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, 3 ഞാനിതാ ഇവിടെയാണ് എനിക്ക് 3 കിട്ടിയത്. കണ്ടോ, ഇവിടെ മുതൽ ഇവിടം വരെയാണ് എന്ത്, 3. ഇതെത്രയായിരിക്കുംടാ? 2. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് സെറ്റ് സ്ക്വയർ എടുത്തിട്ടേ, സെറ്റ് സ്ക്വയർ എടുത്ത് കുത്തുമ്പോൾ ശ്രദ്ധിക്കണേ. എവിടെയാ? ആ 3 അവസാനിക്കുന്ന സ്ഥലത്ത്, അതായത് കണ്ടോ, നേരെ വരയ്ക്കാം. അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിൽ എടുത്ത് ഒറ്റ വര വരച്ചാൽ മതി. ഇപ്പം തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് ചെയ്യണ്ട. നോക്കിക്കോ, ഇങ്ങനെ ചില കുട്ടികൾ ഇങ്ങനെ വെക്കാറുണ്ട്, ഇങ്ങനെ വെക്കാറ്. അങ്ങനെയൊന്നും വെക്കാൻ നിൽക്കണ്ട. നേരെ എന്ത് ചെയ്യുക, ആ ഒരു കോണിൽ തന്നെ എവിടെയാണോ 3 അവസാനിക്കുന്നത്, 2 തുടങ്ങുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ട് നേരെ മുകളിലേക്ക് ഒരൊറ്റ വര വരയ്ക്കുക. കണ്ടോ? അയ്യോ, ഒറ്റ മിനിറ്റ്, നേരെ വരച്ചോളാം. കണ്ടോ? ഇപ്പം എന്താ ഉണ്ടായതെന്നറിയോ? അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇത് 3ഉം ഇത് 2ഉം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇൻറ്റു ഇത് അതിൻ്റെ റൂട്ടായിരിക്കും. PA × PB = PC² എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആട്ടോ. അപ്പോൾ അത് 3ഉം 2ഉം ആകുമ്പോൾ അത് 3 × 2 6 അല്ലേ. ആ 6ൻ്റെ റൂട്ട് 6 ആയിരിക്കും ഇത്. ഓക്കെ, റൂട്ട് 6, ഈ റൂട്ട് 6 ഒരു സൈഡായിട്ട് നമ്മളൊരു സ്ക്വയർ വരയ്ക്കാൻ പോവാണ്, സമചതുരം വരയ്ക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? വേഗം കോമ്പസ് എടുത്തിട്ട് ഈ ലെങ്ത് എടുക്കുക. ഏത് ലെങ്ത്താണ്? ഈ റൂട്ട് 6 എന്ന് പറയുന്ന ഈ ലെങ്ത് കോമ്പസിൽ എടുക്കുക. കണ്ടോ? ഈ സാധനം എടുത്തതിന് ശേഷം 4 ഭാഗത്തും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് ഇവിടെ ഈ ഒരു 3 അവസാനിക്കുന്ന അവിടേക്ക് എന്ത് ചെയ്യുന്നു, ഒരാർക്ക് വരയ്ക്കുക. കണ്ടോ? അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആർക്ക് വരച്ചത് നേരെ ആക്കുക കേട്ടോ. നേരെ അങ്ങോട്ട് നീട്ടിക്ക്, പെട്ടെന്ന് നീട്ടിക്കേടാ. കണ്ടോ,
കണ്ടോ 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 നീട്ടി. ഇപ്പൊ എന്താ ഉണ്ടായത്? ഈ റൂട്ട് ആറ് തന്നെയാണ് സൈഡ് താഴോട്ട് നമ്മൾ നീട്ടിയത് കേട്ടോ. അതേ സാധനം ദാ ഇത് അവസാനിക്കുന്ന അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഒരു ലൈന് ദാ ഇവിടെ കുത്തിയിട്ട് ഒരു ലൈന് ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചു. കണ്ടോ? അതുപോലെ തന്നെ ദാ ഈ പോയിന്റിൽ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചു. അങ്ങനെ ആർക്ക് വരച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. കണ്ടോ? ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കൂ. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന എന്ത് 6 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ സമചതുരം. എങ്ങനെയാ അത് 6 സെന്റിമീറ്റർ ആകുന്ന അറിയോ? ഇതൊക്കെ √6 ആയിരിക്കും. കാര്യം ഇതല്ലേ നമ്മൾ കോമ്പസിൽ എടുത്ത് ഇത് √6 ആയിരിക്കും, ഇത് √6 ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു സൈഡ് √6 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, അതായത് പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാടാ? √6ന്റെ സ്ക്വയർ. √6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്ന് പോയി 6 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. ഇതാണ് ഐഡിയ. സിമ്പിൾ സാധനമാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഒരു സാധനം പറഞ്ഞു, ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. എന്താ അത്? 1ഉം 6ഉം എന്തുകൊണ്ട് എടുത്തില്ല? നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, യാതൊരു തെറ്റില്ല. ഉത്തരം ശരിയാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ 1ഉം 6ഉം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ടോട്ടൽ 7 സെന്റിമീറ്റർ എടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ കുറച്ച് വലുതാക്കിയുള്ള ചിത്രം, പിന്നെ 1 സെന്റിമീറ്റർ കുറച്ച് ചെറുതല്ലേ? നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കൂടെ, വളരെ ചെറുതല്ലേ? അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിനൊരു ഇത് അല്ലേ, കാണുമ്പോൾ ഒരു ഇത് അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ അടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഏകദേശം അടുത്തടുത്തുള്ള സെന്റിമീറ്റേഴ്സ് എടുക്കാം. ഓക്കെ, ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഇവിടെ തരാം. 15 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ പരപ്പളവുള്ള ഒരു എന്ത് വരയ്ക്കണം? അടുത്തത് ഒരു സ്ക്വയർ വരയ്ക്കണം, സമചതുരം വരയ്ക്കണം. അപ്പം ഞാൻ അടുത്ത പേജിൽ 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ വരയ്ക്കാൻ പോകുന്നത്. എത്രയാണ്? 15 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം. 15നെ നമ്മൾ എങ്ങനെയാണ് മുറിക്കുക? പല രീതിയിൽ മുറിക്കാം. 1 × 15 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1ഉം 15ഉം 15ആണ്. അതുപോലെ തന്നെ വേറെയും 15 കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. 1ഉം 15ഉം അല്ലാതെ വേറെ ഏതാടാ? 3ഉം 5ഉം ഗുണിച്ചാലും 15ആണ്. ഓക്കെ, ഇതിൽ ആരാ നിങ്ങൾ എടുക്കുക? 1ഉം 15ഉം എടുക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. 16 സെന്റിമീറ്റർ ഒറ്റ വരയിൽ അങ്ങോട്ട് വരയ്ക്കേണ്ടി വരും അല്ലേ? പക്ഷെ നിങ്ങൾ അത് ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്ന സംഖ്യകൾ എടുക്കുക. അപ്പോൾ 1 3 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. കണ്ടോ? അതുപോലെ 5നെ നമ്മൾ എന്തെടുത്തു? 5 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. ഇത് രണ്ടും കൂടെ കൂട്ടിക്ക് 3ഉം 5ഉം കൂട്ടി എത്രയാടാ? 8 സെന്റിമീറ്റർ ആണല്ലേ? ആ 8 സെന്റിമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരൊറ്റ വര അങ്ങോട്ട് വരയ്ക്കുക. എന്താ കണ്ടോ? വരയ്ക്കുന്നത് കണ്ടോ? ഇതാ ഒരൊറ്റ വര നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്കെയിൽ എടുക്കുന്നു. ഇതാ 0ത്തിൽ നിന്നും തുടങ്ങി 8 സെന്റിമീറ്റർ. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? 8 സെന്റിമീറ്റർ വരച്ച് കഴിഞ്ഞിട്ട് പകുതി എടുത്തിട്ട് സെമി സർക്കിൾ വരയ്ക്കണം. 8ന്റെ പകുതി എത്രടാ? 8ന്റെ പകുതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, 8ന്റെ പകുതി എല്ലാവർക്കും അറിയാം. എത്രയാടാ? 4. അപ്പം 4 ചെറിയൊരു പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ ആ 4 കോമ്പസിൽ എടുക്കാം. കണ്ട? ആ 4 കോമ്പസിൽ എടുത്തിട്ട് കോമ്പസ് ആ 4ൽ കുത്തിയിട്ട് ഇങ്ങനെ കറക്കി വെക്കുക. കണ്ടോ? കറങ്ങാൻ നോക്കി കേട്ടോ. കണ്ട? കണ്ട? യെസ്, പെർഫെക്റ്റ്. കണ്ടോ? അപ്പോൾ ഇതൊന്ന് എഴുതി വെക്കണം കേട്ടോ. ഇനിയിപ്പം ഈ മെഷർമെന്റ്സ് ഇല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് മാർക്ക് കുറയ്ക്കണ്ട. അപ്പോൾ 8 സെന്റിമീറ്റർ ആണ് ടോട്ടൽ. ഇനി ഒന്ന് പറഞ്ഞേ, ഒരു കഷ്ണം 3ഉം ഒരു കഷ്ണം 5ഉം ആണ്. നിങ്ങൾക്ക് ആദ്യം 3 എടുക്കാം, പിന്നെ 5 എടുക്കാം, അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഞാൻ ഈ സൈഡിലാണ് സ്ക്വയർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം 5 എടുക്കുന്നു കേട്ടോ. 5 എവിടെയാ നോക്കാം. ഇതാ ഇവിടെയാണ് 5 വരുന്നത്. ഇതാ 5 കണ്ടോ കണ്ടോ കണ്ടോ? 5 സെന്റിമീറ്റർ. സ്വാഭാവികമായിട്ടും ഇത് എത്രയാണ് വരിക? 3 സെന്റിമീറ്റർ. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ നമ്മുടെ മാജിക് ടൂൾ, ഇതിന്റെ പേരാണ് മാജിക് ടൂൾ, അതായത് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ വെച്ചതിന് ശേഷം 5 അവസാനിക്കുന്ന മക്കളെ സെന്ററിൽ കൊണ്ട് ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കരുത് കേട്ടോ. ഓക്കെ, ഇവിടെ 5 അവസാനിക്കുന്ന, അതായത് 3 തുടങ്ങുന്ന അവിടെ നേരെ വെക്കുക. വളഞ്ഞും തിരിഞ്ഞും വെക്കാൻ നിൽക്കണ്ട കേട്ടോ. നേരെ വെക്കുക. ഒരൊറ്റ വരയായിട്ട് വരച്ചോ. കണ്ടോ? ഇത് എത്ര ഉണ്ടാവാം? ഒന്ന് പറഞ്ഞേടാ. പി × പി ബി = പി സി സ്ക്വയർ. ഇത് 5ഉം ഇത് 3ഉം ആണെങ്കിൽ ഇത് √15. 5 × 3 √15 ആയിരിക്കും. ആ നീളം നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. ഏതാ നീളം? ഏതാ? ഇതാണ്. അപ്പോൾ ആ നീളം കോമ്പസിൽ എടുക്കുന്നു. എവിടെ കുത്തുന്നു? നേരത്തെ വരച്ച വരയിൽ ഒരൊറ്റ കുത്ത്. കണ്ടോ? കണ്ടോ? വരയ്ക്കാം. എന്നിട്ട് നേരെ ഒരു വര വരച്ചേ. നേരെ വളരെ നേരെ തന്നെ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇത് √15 ആയതുകൊണ്ട് തന്നെ ഇതാണ് നമ്മൾ ഇങ്ങോട്ട് നീട്ടിയത്. അപ്പോൾ √15 റെഡി ആണല്ലോ. അപ്പോൾ ഇതും √15. കണ്ട കണ്ട കണ്ട? അതുപോലെ ഇതും √15. അതേ സാധനം തന്നെ ഇവിടെ കുത്തിക്ക്. ഇവിടെ കുത്തിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ ആർക്ക് വരയ്ക്കും.
ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ കുത്തിക്ക്, ഇവിടെ 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 കുത്തിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ ആർക്ക് കണ്ടോ. എന്നിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതിടാ. ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിലേക്ക് ഇതാ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ, ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇവിടുന്ന് ഇവിടേക്കും വരയ്ക്കാം. ജസ്റ്റ് ഷെയ്ഡും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി പരീക്ഷയ്ക്ക് ഏതാ ഷെയ്ഡില്ല എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ. കാര്യം ഇതൊക്കെ റൂട്ട് 15 അതുകൊണ്ട് തന്നെ ഏരിയ എത്രയാണ് വരിക? റൂട്ട് 15ൻ്റെ സ്ക്വയർ, അതായത് 15. അത്ര പണിയുള്ളൂ. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത്, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ചോദ്യം നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്ത്, അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ആ ചോദ്യം ഏതാണെന്ന് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ചു തരാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ ഉയരവും. നീളവും ഉയരവും അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും എന്നൊക്കെ പറയാം. പൊതുവേ നീളം, ഉയരം അല്ലെങ്കിൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത് എന്നാണ് പറയാറ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? അതായത് നീളം, ലെങ്ത്ത്, അതുപോലെ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിഡ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കാര്യമാക്കണ്ട. 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു ചതുരം വരയ്ക്കാം. ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കണം. 2 ചോദ്യമാണ്. രണ്ടും ഒരു ചിത്രത്തിൽ തന്നെ നിങ്ങൾ വരച്ചാൽ മതി. ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. ഇവിടെ കൊടുക്കുന്നുണ്ട് 5ഉം 4ഉം ഒരു എന്ത് വരയ്ക്കണം? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ആദ്യം ഇതാ എടുത്തോ, ആയുധങ്ങൾ എടുത്തോ. ആദ്യം അവർ പറഞ്ഞ പോലെ 5 സെൻറ്റിമീറ്റർ നീളം വേണം. ലെങ്ത്ത് എത്രയാടാ വേണ്ടേ? 5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? നമ്മളെ സ്കെയിൽ എടുത്തു. അവർ പറഞ്ഞ പോലെ ഇതാ 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു. കേട്ടോ, 5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരച്ചു. സ്വാഭാവികമായിട്ടും ബ്രെഡ്ത്ത് എത്രയാ? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഉയരം എത്രയാണ് ഇവിടെ വരുന്നത്? 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പം 4 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചില കുട്ടികൾ 90 ഡിഗ്രിയിലൊക്കെ എടുത്തിട്ട് അത് 4 സെൻറ്റിമീറ്റർ ഒക്കെ ആക്കി മാറ്റിയിട്ടൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊന്നും വേണ്ട. ഞാൻ ഒരു മാജിക് ടൂൾ കാണിച്ചു തരാം. ഇതാണ് സെറ്റ് സ്ക്വയർ. ഈ സെറ്റ് സ്ക്വയർ എന്ത് ചെയ്യുക? നേരെ വെക്കാം. എന്നിട്ട് 4 എവിടെയാണോ ഉള്ളത് അവിടം വരെ വരയ്ക്കുക. കാണിച്ചു തരാം. എന്നൊക്കെ വരയ്ക്കല്ലേ. കണ്ടോ, 4. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം ജസ്റ്റ് എഴുതി വെച്ചുകൊണ്ട് കേട്ടോ, സ്പോട്ടിൽ എഴുതി വെച്ചുകൊണ്ട് 5, 4. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നത്? 5ഉം 4ഉം ആയി. ചില കുട്ടികൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റ് സ്ക്വയർ അല്ലാണ്ട് പ്രൊട്ടക്ടർ യൂസ് ചെയ്ത് 90 ആക്കിയിട്ട് പിന്നെ 5, 4 നമ്മുടെ ഇത് കോമ്പസിലെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെ വെച്ചാൽ പോരടോ, 90ഉം കിട്ടും 4ഉം കിട്ടും. ഇത് നേരെ തലതിരിക്കുക, ഇങ്ങോട്ടും വെക്കുക. കണ്ടോ, ഇവിടെ 4 തന്നെയല്ലേ വരിക. നേരെ വെക്കണേ, ഇങ്ങനെ വളയാൻ പാടില്ലേ. നോക്ക് എങ്ങനെ വെക്കും നോക്ക്. ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ നിങ്ങൾ? 4ൽ കണ്ടോ, 90ഉം കിട്ടും 4ഉം കിട്ടും. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. ചില കുട്ടികൾ സെറ്റ് സ്ക്വയർ അല്ല കോമ്പസ് ഒക്കെ എടുത്തിട്ട് ചെയ്യാറുണ്ട്. കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തി ഈ 4 കോമ്പസിലെടുത്ത് ഇവിടെ കുത്തി ഇവിടെ വരയ്ക്കും, ഇവിടെ കുത്തി ഇവിടെ വരയ്ക്കും, 5 എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 4 ഇത് 4 ആയിരിക്കും, ഇത് 5 ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്ക്. കണ്ടോ, 4, 5 എല്ലാം 90 ആണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ കാണാൻ നിങ്ങൾക്ക് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 4 സെൻറ്റിമീറ്റർ ഹൈറ്റും അല്ലേ, അതായത് ഉയരവും വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ്. ഇതിപ്പോൾ എന്താ സാധനം? ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ആണ്, ചതുരം. അപ്പോൾ ഇതിൻ്റെ ഈക്വൽ ഏരിയ ഉള്ള, അത് മക്കളെ മനസ്സിലാക്കണേ, 2 ചോദ്യങ്ങളുണ്ട് കൺഫ്യൂസിങ് ആക്കുന്ന. അതായത് ആദ്യം ചതുരം, റെക്റ്റാങ്കിൾ ടു ഈക്വൽ ഏരിയ ഉള്ള എന്താണ്? സമചതുരമാണ്. സമചതുരാണ് ഇനി വരയ്ക്കേണ്ടത്. സമചതുരം സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. റെക്റ്റാങ്കിൾ ടു സ്ക്വയർ. ഓക്കെ, സെയിം ഏരിയ. അപ്പം വരച്ചു, നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചു. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ട അറിയോ? ഇത് 4 അല്ലേ, ഇതാ 4 അപ്പോൾ ആ 4 ഇങ്ങോട്ടേക്ക് നീട്ടാം. ഈ 5നോട് ചേർന്നട് നീട്ടിക്കോ, ചേർന്ന് നീട്ടടാ. ഒരൊറ്റ വര അടുത്ത് വരച്ചോ. ഇതാ കണ്ടോ, 4 കണ്ടോ, നേരെ ഒരു വര. ഓക്കെ, അപ്പോൾ ഇത് 4 ആയിരിക്കും. ടോട്ടൽ ഒന്ന് പറഞ്ഞേ. ഇത് 5ഉം ഇവിടെ നിങ്ങട്ട് 4ഉമാണ്. നിങ്ങളൊന്ന് പറയണേ. വേണമെങ്കിൽ പേരിടാം നമുക്ക്, ABC. ഈ ABC എന്ന് പറയുന്നതിൽ AC എത്ര ആയിരിക്കും ഉണ്ടാവുക? എടാ, ഒരു കഷ്ണം 5ഉം ഒരു കഷ്ണം 4ഉം ആണെങ്കിൽ 5ഉം 4ൻ്റെയും പകുതി എത്രയാ? 9. ടോട്ടൽ 9. ആ 9ൻ്റെ പകുതി നിങ്ങൾക്കറിയാലോ. 9ൻ്റെ പകുതി എത്രയാ? 4.5. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിൻ്റെ
പകുതിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. നേരത്തെ പോലെ, നേരത്തെ നമ്മൾ 2 നമ്പർ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്ത് ആ സാധനം, ആ പകുതി ഒന്ന് പറഞ്ഞേടാ. 4.5 ഇവിടെ എവിടെയുള്ളത് നോക്ക്. ചില കുട്ടികൾ ഇത് വെച്ച് പകുതിയിലധികം എടുത്ത് എന്ത് ചെയ്യാറുണ്ട്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒക്കെ വരച്ചതാ. ഇവിടെ പകുതിയിലധികം എടുക്കും, ഇവിടെ കുത്തും, ഇവിടെ കുത്തും, ഇവിടെ കുത്തും, ഇവിടെ കുത്തും. പകുതി കണ്ടുപിടിക്കാനുള്ള സാധനമാണത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്തോ, ടോട്ടൽ 9 അല്ലേ, 9ന്റെ പകുതി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലേ, ഇത് 4.5 അപ്പൊ ആ 4.5 ഇതാ കണ്ടോ, 9ന്റെ പകുതി 4.5. 4.5 ഇവിടെ എവിടെയുള്ളത് നോക്കണേ. ഇവിടെയാണ്. ഇതാണ് 4.5. ഇതാണ് നമുക്ക് കോമ്പസിൽ എടുക്കേണ്ടത്. കണ്ടോ, ഇവിടുന്ന് കണ്ടോ 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 കേട്ടോ, ഇത് തന്നെ ആയിരിക്കും ഇപ്പുറത്തോട്ടും ഉണ്ടാവുക. വേണേ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. കണ്ടോ, ഏകദേശം ഏകദേശം അല്ല, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഇഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ 4.5. കണ്ടോ, വെറുതെ അങ്ങോട്ട് കറക്കി വെക്ക്, കാണിച്ചരാം. കണ്ടോ കണ്ടോ, ഓ ജസ്റ്റ് മിസ്സില്ലേ. എന്താ, ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ചെറിയൊരു ഗ്യാപ്പ് കണ്ടോ അവിടെ. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട് അല്ലേ. അതായത് ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യുക. അതായത് ഇവിടെ സർക്കിളുമേൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ് മക്കൾ മനസ്സിലാക്കണേ. ഇവിടം മുതൽ ഇവിടം വരെ സർക്കിളുമേൽ ടച്ച്, കുഞ്ഞി സാധനമായിരിക്കും. നിങ്ങൾ വരച്ചു നോക്കുന്നുണ്ടോ, അപ്പോൾ സാധനം കിട്ടും. അതാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടത്, ഇതുമേൽ എടുക്കേണ്ടത്. കണ്ടോ 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 കണ്ടോ, ഇത് കണ്ടോ, ഈ ലെങ്ത് ആ നീട്ടണം, സർക്കിളുമേലേക്ക് നീട്ടണം. വെറുതെ വെച്ച് വരയ്ക്കരുത്. ഇതാ കണ്ടോ, പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു സാധനമാണേ. സർക്കിളുമേലേക്ക് മാക്സിമം നീട്ടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, 4 ഭാഗത്തും കുത്തുക. 4 ഭാഗത്തും കുത്തുക പറഞ്ഞാൽ എവിടെ, ആദ്യം ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് ഇവിടേക്കൊരു ആർക്ക് കുഞ്ഞേ ഉണ്ടാവുള്ളൂ. കണ്ടോ, നീട്ടിക്കോ നീട്ടിക്കോ, നേരത്തെ പോലെ നീട്ടിക്കോ. കണ്ടോ കണ്ടോ. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ കണ്ടോ, ഒന്ന് ആലോചിച്ചിട്ട് പറയണേ. ഈ സാധനം അല്ലേടാ നമ്മളെടുത്തേ, ഇതാണ് ഇതല്ലേ, എവിടെന്നാ ഇവിടുത്തെ, അതാ കണ്ടോ, ഇതാണ് നമ്മൾ എവിടുന്ന കുത്തിയത്, ആ സ്ക്വയറിന്റെ അവിടെ കണ്ടോ. അതന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 4 ഭാഗത്തും ഇവിടെ കുത്തുക, ഇവിടെ കുത്തുക, ആർക്ക് വരയ്ക്കുക. ഈ മുകളിലാണേ ഇവിടെ ഒന്ന് കുത്തി വെക്കരുത് കേട്ടോ. ഇവിടെ മുകളിൽ കുത്തുക. കണ്ടോ കണ്ടോ കണ്ടോ, കാണിച്ചരാവേ. കണ്ടോ, ഇതൊന്ന് ജോയിൻ ചെയ്താൽ മതിയടാ, നമുക്ക് നമ്മുടെ ഉത്തരം ഒരേപോലെ കാണിച്ചരാം. ജോയിൻ ചെയ്ത് കാണിച്ചരാം. നോക്കോട്ടോ, നോക്കോ. നിങ്ങൾ പെൻസിൽ യൂസ് ചെയ്താൽ മതിയേ. ഓക്കേ, റെഡി. ഇതാണ് എന്ത്, ഇതിന്റെ ഈക്വൽ ഏരിയ ഉള്ള സ്ക്വയർ. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ, സാറേ ഇതൊരു സ്ക്വയർ ആണ്, നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. കറക്റ്റ് വരുന്നുണ്ട് ഏകദേശം. ഇതൊന്ന് എന്ത് ചെയ്താൽ ജോയിൻ ചെയ്തുമ്പോൾ കറക്റ്റ് ആക്കിയാൽ മതി. റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈക്വൽ ഏരിയ ഉള്ള സ്ക്വയർ. അപ്പോൾ എങ്ങനെ ഇതിന്റെ ഏരിയ സ്ക്വയർ ഈക്വൽ ആവുന്നത് മക്കളെ, ഇതിന്റെ ഏരിയ എന്താ, ഇത് ചതുരാണ്, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചതുരത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഏരിയ 5 × 4, നീളം ഗുണിക്കണം വീതി. അപ്പോൾ 5ഉം 4ഉം 20 സിമ്പിളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുതൽ ഇവിടം വരെ 5, ഇവിടെ മുതൽ ഇവിടം വരെയാണ് 4. ഇവിടെ കേട്ടോ, ഇവിടെയാണേ, ഇവിടെ ഓക്കെ, അവിടം വരെ 4 അപ്പോൾ ഇത് 5ഉം ഇത് 4ഉം ആകുമ്പം ഈ നീളം എന്താണോ, PA × PB = PC². അപ്പം എന്ത് വരും, 5ഉം 4ഉം 20. അതിൻ്റെ റൂട്ടായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതെത്ര വരിക, അതും അതിൻ്റെ റൂട്ട് 20. അപ്പോൾ ഇതും റൂട്ട് 20. അപ്പോൾ ഇത് മുഴുവൻ സി ഇവിടെ വരെയാ, സി വരെ നേരത്തെ അല്ലേ, ഈ സെക്ഷൻ വരെയാണ് റൂട്ട് 20 സെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കിട്ടുക, സൈഡ് ഏരിയ റൂട്ട് 20ന്റെ സ്ക്വയർ. റൂട്ട് 20ന്റെ സ്ക്വയർ പറഞ്ഞാൽ ആർക്കറിയാം, അറിയാലോ, സ്ക്വയറിൻ്റെ ഏരിയ, സമചതുരത്തിൻ്റെ ഏരിയ 20 cm². അപ്പോൾ ഇതും 20 ആയിരിക്കും വരിക. കണ്ടോ, ഇവിടെ ഒരു 20. സിമ്പിൾ. അപ്പോൾ ഈ ഒരു ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ഒരു വരയ്ക്കാനുള്ള ചോദ്യം ചോദിക്കലുണ്ട്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചതുരറ്റും എവിടെയാണ്, സമചതുരത്തിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതുപോലൊരു ചോദ്യം ഉണ്ട്, നമുക്കതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ചോദ്യം ഒന്ന് നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ അറിയോ, നേരത്തെ നമ്മൾ വരച്ചെന്താ, ഒരു റെക്റ്റാങ്കിളിന്റെ ഈക്വൽ ഏരിയ ഉള്ള ഒരു സ്ക്വയർ. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ചതുരത്തിന്റെ ഈക്വൽ ഏരിയ ഉള്ള മറ്റൊരു ചതുരമാണ് വരയ്ക്കുന്നത്. റെക്റ്റാങ്കിളിന്റെ ഈക്വൽ ഏരിയ ഉള്ള മറ്റൊരു റെക്റ്റാങ്കിളാണ് വരയ്ക്കുന്നത്. അത്യാവശ്യം വരയ്ക്കാനുണ്ട്. മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടെ
കേട്ടിരിക്കുക. കാരണം ഒരുപാട് വരകൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് എന്ത് ചെയ്തത് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഞാൻ ചോദ്യം ഒന്ന് വായിച്ചുതരാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. 5 സെന്റിമീറ്റർ നീളവും അവിടെ കൊടുക്കുക ഞാൻ 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയും ഒക്കെ ഉള്ള എന്ത് വരയ്ക്കണം, അല്ലെങ്കിൽ ഉയരം അങ്ങനെയും പറയാം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. നേരത്തെ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് അല്ലേ. ആ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ചോദ്യം ഒന്നുകൂടെ വായിച്ചേ. ഇതേ പരപ്പളവും നീളം 6 സെന്റിമീറ്ററുമുള്ള ഒരു ചതുരം വരയ്ക്കണം. നേരത്തെ ചോദ്യം ചതുരത്തിൽ നിന്ന് സമചതുരം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടേ. അതായത് ചതുരം വരയ്ക്കാൻ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഈക്വൽ ഏരിയ ഉള്ള ചതുരമാണ്. കണ്ട, രണ്ടും തമ്മിലുള്ള സെയിം ഏരിയ, ഈക്വൽ പരപ്പളവുള്ള ചതുരമാണ്. ഈ ചോദ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചതുരത്തിന്റെ തുല്യ പരപ്പളവുള്ള ചതുരം വരയ്ക്കാനാണ്. അതും അവർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ചോദ്യത്തിലുണ്ട്. എന്താണ് ആ ചതുരത്തിന്റെ ലെങ്ത് വിത്ത് ലെങ്ത് എത്രയാണ്, 6 സെന്റിമീറ്റർ. ചോദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് വായിക്കണേ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണേ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന ചതുരം എത്ര സെന്റിമീറ്റർ നീളവും എത്ര സെന്റിമീറ്റർ ഉയരവുമാണ്? 5 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ ഉയരവും അല്ലേ. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ നേരത്തെ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ നേരത്തെ പോലെ തന്നെയാണ്. സ്കെയിൽ എടുത്തതിന് ശേഷം വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കാം. 5 സെന്റിമീറ്ററിൽ ഒരു വര വയ്ക്കാം. നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം സ്പേസ് വേണ്ടി വരും. കുറച്ച് മുകളിലോട്ട് വരയ്ക്കാം. എന്നാലേ കുറച്ചും കൂടെ എന്താവുള്ളൂ, സെറ്റ് ആവുള്ളൂ. കാര്യം നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ വരയ്ക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ നടുവിലേക്ക് വരയ്ക്കാം. ഞാൻ വരച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇയാൾ എന്താ പറയുന്നത്. ഇതാ കണ്ടോ, സംഭവം എന്താണെന്നറിയോ, 5 സെന്റിമീറ്റർ ഞാൻ കുറച്ച് മുകളിലേക്ക് വരച്ചിട്ടുണ്ടേ. ഇതാ കണ്ടോ, 5 സെന്റിമീറ്റർ നീളം, കണ്ടോ, കാണിച്ചുതരാം. കണ്ടോ, 5. കണ്ടോ, റെഡി. ഇനി 4 സെന്റിമീറ്റർ ഉയരാവേണ്ട. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഴുതാം അല്ലേ. 5 4 സെന്റിമീറ്റർ ഉയരം. നേരത്തെ പോലെ പറ. ഇതാ സെറ്റ് സ്ക്വയർ വെച്ചു. ഇതാ കറക്റ്റ് വെക്കണേ. ഇതാ 4 എവിടെയാ, ഇവിടെ. ഓക്കെ, അപ്പം 4 അതുപോലെ സെറ്റ് സ്ക്വയർ മറിച്ച് വെച്ചിട്ട് നേരെ വെക്കണേ, മറിക്കരുതേ, മാറ്റരുതേ. 4 എവിടെയുള്ളത് നോക്കണേ. 4 ഓല് പറഞ്ഞ പോലെ 5ഉം 4ഉം ഒരു റെക്റ്റാങ്കിൾ ഒക്കെ വരച്ചു കൊടുത്താളാ അല്ലേ. അപ്പോൾ നേരത്തെ പോലെ വരച്ചോ. ഇതാ ഇതൊന്ന് ജോയിൻ ചെയ്തേ, കണ്ടോ, ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ വരച്ചേ, നേരത്തെ എന്താ വരച്ചേ, ഈ സെയിം ചിത്രം വരച്ചതിന് ശേഷം ഈ 4 ഇതും 4 അല്ലേ, ആ 4 സൈഡോട്ട് നീട്ടുക എന്ന് പറഞ്ഞാൽ എവിടേക്ക്, നേരെ 5 കൊണ്ട് അടുത്ത് നീട്ടിക്കോ. ഇവിടെ കണ്ടോ, കണ്ടോ, ഒന്ന് കണ്ടോ, ഇവിടേക്ക് വരയ്ക്കാം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് 4ആണ്. സിമ്പിൾ അല്ലേ. ഇനിയാണ് ട്വിസ്റ്റ്. നേരത്തെ പോലെയൊക്കെ നമ്മൾ സെയിം സാധനം, നേരത്തെ ഇതൊക്കെ സെയിം അല്ലേ. പക്ഷെ ഇനി മുതൽ നല്ല എൻ്റർലി ഡിഫറെൻ്റ് ആണ്. 5ഉം 4ഉം വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാം, ഇവിടെ അവർ പറഞ്ഞ ഈക്വൽ ഏരിയ തുല്യ പരപ്പളവുള്ള ചതുരത്തിന്റെ സൈഡ് എത്രയാ, 6 അല്ലേ. 6 സെന്റിമീറ്റർ ആണ് ഒരു ലെങ്ത് വേണ്ടതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ വേണമെങ്കിൽ ഇവിടെ പേരിടാം. ഇത് എ എന്നിട്ടേ, ഇത് ബി എന്നിട്ടേ, 6 നേരെ താഴോട്ട് വരയ്ക്കാം. എവിടെ നിന്നറിയോ, ഇതിങ്ങോട്ട് നീട്ടിയില്ലേ, ഇതിനോട് അതുപോലെ ഈ താഴത്തേക്ക് നീട്ടാം 6 സെന്റിമീറ്റർ. കണ്ടോ, താഴോട്ട് നീട്ടുന്നത് കണ്ടോ, കണ്ടോ നോക്കിയേ, താഴോട്ട് നേരെ നീട്ടണേ, വളയാൻ പാടില്ലേ. ഓക്കെ, കണ്ടോ, വളഞ്ഞാ പോയി. കണ്ട, ഇത് എ, ഇത് ബി, ഇത് സി, ഈ 3 പോയിന്റുകൾ ഉണ്ടാക്കി. ഇത് എത്രടാ, 6. ഇത് എവിടുന്ന കിട്ടിയെന്ന് ഞാൻ ലാസ്റ്റ് ഡൗട്ട് ഉണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതിച്ചോണ്ട് 6 ഗിവൺ തന്നതാ ചോദ്യത്തിൽ തരും. ഏതേലും ഒരു ലെങ്ത്, ഈക്വൽ ഏരിയന്റെ ഒരു ലെങ്ത് ചോദ്യത്തിൽ തരും. ഇനി ഏടുന്ന ഈ 6 എടുത്ത് ഇയാളെന്ന് ചോദിക്കും. ഗിവൺ, കുറെ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ. ഓക്കെ, ഇത് ജോയിൻ ചെയ്യാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് സിമ്പിൾ ആണ്. എയും ബിയും ഇതിങ്ങോട്ട് കിട്ടില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേ. കണ്ടോ, കാണുന്നില്ലേ നിങ്ങൾ, ഇവിടേക്ക് കേട്ടോ. എന്തപ്പം ഉണ്ടായത് അല്ലേ, ആയിട്ടില്ല കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയടാ, ഈ എ സി എന്ന് പറയുന്ന ലൈൻ കണ്ടില്ലേ നിങ്ങൾ, അതുപോലെ ബി സി എന്ന് പറയുന്ന ലൈൻ കണ്ടില്ലേ നിങ്ങൾ, ആ 2 ലൈനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഇനിയിപ്പോൾ ഇതെന്ത് തേങ്ങാന്ന് വിചാരിക്കൂലേ. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആ 2 ലൈനിൻ്റെയും
പകുതി കാണണം. എങ്ങനെടാ പകുതി കാണാന്നറിയോ? പകുതി കാണാൻ ഏറ്റവും സിമ്പിളാ. പകുതി കാണാന്ന് പറഞ്ഞാല് ഞാൻ കാണിച്ചു തരാം ട്ടോ. അതായതേ ശരിക്ക് ചില കുട്ടികളെ പകുതി കാണല് എങ്ങനെയാ അറിയോടാ? ഇതിന്റെ പകുതി ഇതാ സാർ ഇത് അളന്നിട്ട് പകുതി എടുത്താ അത് പറ്റൂല. ഇത് പകുതി കാണാന്നല്ല. ആ പകുതി കാണുമ്പോ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഒരു ആർക്കുണ്ട് അതിനാണ് ട്ടോ. അപ്പൊ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നിർബന്ധമാണ്. കോമ്പസ് എടുത്തോ. കോമ്പസ് എടുത്തോ. എസിക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടറാ വരയ്ക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ അറിയോ? സിയിൽ കുത്താം. പകുതിയിലധികം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാവേ. ചില കുട്ടികൾ ഫുൾ എടുക്കലുണ്ട്. അത് എടുക്കണ്ട. ഓക്കെ. പകുതിയിൽ കുറവ് എടുക്കലുണ്ട്. അതും പറ്റൂല. പകുതിയിലധികം എന്ന് പറഞ്ഞാൽ അത്രേ. കണ്ടോ? കണ്ട 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 ഏകദേശം അത്ര എടുത്തോ. ഓക്കെ. ഇനി ഫ്രീ ആയിട്ട് വരച്ചോ. വെറുതെ രണ്ടാർക്ക്. ഓക്കെ. ഇടയിൽ വന്നോട്ടെ ട്ടോ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യുന്ന വേണ്ട. ഓക്കെ. ദാ ഇത് മാറ്റരുത് ട്ടോ. ഇത് മാറ്റരുത്. ഓക്കെ. ഇതൊക്കെ ഒന്ന് മുറുക്കി പോകേണ്ടി ട്ടോ. ചില കുട്ടികൾ ഇങ്ങനെ തിരിക്കുന്ന കാണുമ്പോൾ തന്നെ സങ്കടം വരും. അതുകൊണ്ടാണേ. ഇതാ കണ്ടോ? ദാ ഇതാ കണ്ടോ 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 ജസ്റ്റ് ജോയിൻ ചെയ്തടാ. ആരോ ജോയിൻ ചെയ്യണ്ട അറിയോ? ആർക്കുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സുകൾ ജസ്റ്റ് ജോയിൻ. എന്താ ഉണ്ടായേ? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഇനി ഈ ലെങ്ത് ഒക്കെ ഒന്ന് അളന്ന് നോക്കിയാ കറക്റ്റ് പകുതി ആയിരിക്കും. ഇത് പകുതിയിലൂടെ പാസ്. അതിനാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാ. അപ്പൊ ഒരു ലൈനായി അല്ലേ? അതായത് ഇതിന്റെ പകുതിയിലധികം എടുത്തു ആർക്ക് ഫ്രീ ആയിട്ട് വരാം. അതേ മാറ്റരുതേ. ഇവിടെ പകുതിയിലധികം എടുത്തു വെടി വരച്ചു. നിങ്ങൾ എന്ത് ചെയ്യണ്ട അറിയോ? ഇതേപോലെ ഇതിനും വരയ്ക്കാം. കണ്ടോ? സീൽ കുത്തിക്കോ. വേഗം കുത്തു. ഇത് പകുതിയിലധികം വേണമെങ്കിൽ അതന്നെ എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ചെറുതാക്കിക്കോ. ഇനി അതന്നെ എടുക്കണ്ട. കണ്ടോ? ഫ്രീ ആയിട്ട് വരച്ച്. അതാ ഓക്കെ. അതാ ഇതെന്താ ഇങ്ങനെ വരുന്നത്? ഈ സാധനം മുറുക്കണം കേട്ടോ. അതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ടോ. ഇത് മുറുക്കിയില്ലെങ്കിൽ ഇങ്ങനെ വരും. അപ്പം മോളത്തെ വരെയാണ് കേട്ടോ. ഓക്കെ റെഡി. അതിനുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബോക്സിലും ഉണ്ടാവും. ഓക്കെ. ഇതേ സാധനം ഇവിടേക്ക് വരച്ചു. ഇവിടേക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ കുത്തുക. ഇതെന്താ ചെയ്തത് ഇപ്പോൾ? ഓക്കെ ഒറ്റ മിനിറ്റ്. ഇവിടെ വരച്ചു. ഇവിടേക്കും വരയ്ക്കാം. കണ്ടോ നിങ്ങള്? കണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് നീണ്ടുപോയതാ വരച്ചപ്പേ. കണ്ടോ? ഒന്നുകൂടെ കണ്ടോ കാണിച്ചു. കണ്ടോ? ഡിം. ഓക്കെ സെറ്റ്. അതേ സാധനം മാറ്റരുതേ. ഇവിടെ കുത്തി ഇങ്ങോട്ട് വരച്ചു. കണ്ടോ? എന്താലേ അടിപൊളി സാധനം. ഇതാ നോക്കോ. ഇതാ ജോയിൻ ചെയ്യാം. ആരൊക്കെയാ? ഇവനും കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ മീറ്റി പോയിന്റ് കണ്ടോ? സെറ്റ് ഇഷ്ടാ. ഇതെന്താ സംഭവം അറിയോ? ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഇവൻ. ഇയാളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് ഇവൻ. സംശയം നോക്കിക്കോ. പകുതിയിലൂടെ പോവല്ലേ നോക്കാലോ. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവനാണ് അവൻ കേട്ടോ. ഇവൻ. അവിടെ ഒന്ന് പോയിന്റ് ഇടാം. ഏതാണ് ആ പോയിന്റ്? ഞാൻ വേണമെങ്കിൽ ഒന്ന് പോയിന്റ് ഇട്ട് തരാം. ഇത് ഓക്കെ. ഈ പോയിന്റ് ആണ് അത്. ഈ ലെങ്ത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്ക്. എയിലേക്ക് എവിടെ മുതൽ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ കണ്ടോ? കണ്ടോ? എന്ത് മാജിക് നോക്ക്. എയിലോട്ട് കറക്റ്റ് ലെങ്ത്, സിയിലോട്ട് കറക്റ്റ് ലെങ്ത്. കണ്ടോ? ഇനി ബിയിലോട്ട് നോക്കിക്കോ. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ. കണ്ടോ? ഇനി വെറുതെ അങ്ങോട്ട് കറക്കിക്കോ കുഞ്ഞോനെ. നോക്കിക്കോ. കറക്ക്. ഏതാലേ ചില കുട്ടികൾ ബുക്കൊക്കെ തിരിക്കലുണ്ട്. കോമ്പസ് തിരിക്കൂല. ഒരു ബുക്കാ തിരിക്കൽ. നേരെ കോമ്പസാ തിരിക്കണ്ട കേട്ടോ. ഇവിടെ പിടിക്കുക കോമ്പസ്. ഓക്കെ. സർക്കിൾ വരച്ചു. എന്താ ഉണ്ടായ കുറേ വരകളില്ലേ? അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകൂടെ കാണണം. ഓക്കെ. അപ്പൊ എന്താ ഈ ലെങ്ത് കേട്ടോ. ഇവിടെയാണ് ഒരുപാട് കുട്ടിക്ക് സംശയം ഉണ്ടാവുക. ഈ ലെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതന്നെ ആയിരിക്കും സിയിലോട്ടും അതന്നെ ആയിരിക്കും ബിയിലോട്ടും ഉണ്ടാവുക. ഇതാണ് പരിപാടി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോടാ? കോമ്പസ് എടുത്തേ. കോമ്പസ് മെയിൻ ആയുധം കോമ്പസ് ആണേ. സർക്കിൾ എവിടെ മീറ്റ് ചെയ്യുന്നു നോക്കാം. ഓക്കെ. സർക്കിൾ എവിടെ മീറ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് സർക്കിൾ മീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മുതൽ ഇവിടം വരെ മീറ്റ് ചെയ്യാം. ആ സ്ഥലം അതെടുക്കണം. കണ്ടോടാ നീ? കണ്ടോ? ഈ സർക്കിൾ മീറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സർക്കിൾ പുറത്തുകൂടെ പോകുന്നത്. സർക്കിൾ ഇതിന്റെ മണ്ടയിലൂടെ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സാധനങ്ങൾ നീട്ടി കൊടുക്കണം. അപ്പൊ സർക്കിൾ മേൽ ടച്ച് ചെയ്യുന്ന ആ സ്ഥലം വരെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ. അപ്പൊ സർക്കിൾ മേൽ ടച്ച് ചെയ്യുന്ന ലൈൻ ഏതാടാ? ഇവിടെ നിന്ന് ഇവിടം വരെ. കോമ്പസ് എടുത്തോ. വേടുക്ക് സമയമില്ല. കണ്ടോ? കോമ്പസ് കണ്ടോ? അട്ടാ മോനെ. ആ നീളം, ഈ നീളം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ഈ സാധനം കിട്ടാൻ നമ്മൾ
ഇത്രയും പരിപാടി ചെയ്തത് അല്ലേ? അല്ലാത്ത ജാതിയിലെ നോക്കിയേ ഇത്രയും സാധനം കണ്ടോ ഇത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ? ഇവിടെ തന്നെ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചേ. ഇവിടേക്ക് കണ്ടോ? മാറ്റല്ലേ. ഇവിടെ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരച്ചേ. കണ്ടോ? ഏതാ? ഇത്. ഇവിടെ, ഇവിടെ. സെറ്റ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? നമ്മുടെ ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ദാ ഇത്. ഇവിടെ മുത്തേ. അതെ. എന്നിട്ട് ഇവിടം വരെയല്ലേ നമുക്ക് നമ്മുടെ ബ്രെഡ്ത്ത് ഇവിടെ കുത്താം. എവിടെ കുത്തണ്ടത്? ദാ ഇതാണ് നമ്മൾ ഇങ്ങോട്ട് ഇവിടം വരെ. കണ്ടോ? ഇവിടെ വെച്ചു. ആർക്ക്. നമ്മുടെ ഉത്തരം കിട്ടി. കണ്ടോ? ഇവിടുന്ന് കണ്ടോ? ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് വേണമെങ്കിൽ ഇതാണ് നമ്മുടെ സാധനം. വേണമെങ്കിൽ ഒന്ന് അമർത്തി വരച്ചതാണേ. ചേട്ടാ അടിപൊളി അടിപൊളി. ഇത്രയും നന്നാവുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല. ഓക്കെ ഉഷാർ. അപ്പം എന്ത് ചെയ്യുന്നു നമ്മൾ? ഷെയ്ഡ് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഈ റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയ ഉള്ള സാധനമായിരിക്കും ഇത്. സെറ്റ് സാധനം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കാണുക. ഒരുപാട് വരകളുണ്ട്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് മുഴുവൻ നിങ്ങൾ കാണണം. കാരണം ഫസ്റ്റ് മുതൽ അവസാനം വരെ കണ്ടിട്ട് ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ താഴെ ഇടുക. കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്ന ഒരേ ഒരു കാര്യം ഫീഡ്ബാക്കാണ്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇടുക. ഇതിൽ നിന്ന് ഏത് ചോദ്യം ചോദിക്കും എന്ന് ചോദിച്ചാൽ ഇത് ചോദിക്കാനും അതുപോലെ ഇത് ചോദിക്കാനും ചാൻസ് കൂടുതലുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കണ്ടോ? അപ്പോൾ ഈ സർക്കിൾ ഒന്ന് ഇതാ ഈ ടച്ച് ചെയ്യുന്ന പോയിന്റ് വരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റത്തെ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ അതും ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്. മുഴുവൻ കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ലൈക്ക് കൂടെ അടിച്ചേക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു ക്ലാസ്സും ആയിട്ട് കാണാം. ബൈ.